മോളിവുഡിന്റെ അഭിമാന സിനിമയായിട്ട് ക്യാൻസർ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച മലയാളം സിനിമ ഓൾ വി ഇമാജിനസ് ലൈറ്റ് കഴിഞ്ഞ ആഴ്ച ഇറങ്ങുന്ന തിയേറ്ററുകളിൽ കേരളത്തിലും അന്യ സംസ്ഥാനങ്ങളിലടക്കം റിലീസ് ചെയ്തത്. പയൽ കബഡിയ സംവിധാനം ചെയ്ത കനി കുസൃതി, ദിവ്യ പ്രഭ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഒരു അവാർഡ് സിനിമ എന്ന നിലയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ ശ്രദ്ധ നേടിയെടുത്തതാണ്. ഇപ്പോഴത്തെ അവാർഡ് സിനിമ എന്നതിലുപരി സിനിമയിലെ നഗ്ന രംഗങ്ങൾ, വൾഗർ രംഗങ്ങൾ, ഒപ്പം തന്നെ ഇന്റിമേറ്റ് രംഗങ്ങളെല്ലാം തന്നെ കൊണ്ട് കൂടുതൽ ശ്രദ്ധ നേടിയെടുക്കുന്ന ഒരു കാഴ്ച. അതോടൊപ്പം തന്നെ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദിവ്യ പ്രഭ എന്ന സിനിമയിലെ നായിക നടി വലിയ രീതിയിൽ തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ ഈ കാണുന്ന മിറർ രംഗം എല്ലാം തന്നെ തിയേറ്ററിൽ നിന്ന് ആരോ ഷൂട്ട് ചെയ്ത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലെ പല പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചത്. സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടാൻ, അതിലുപരി ദിവ്യ പ്രഭയുടെ ഈ സിനിമയിലെ നഗ്നരംഗം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടാനായിട്ട് ഇടയായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ സിനിമയിലെ മറ്റൊരു നായിക കൂടിയായ കനി കുസൃതിയുടെ ബിരിയാണി എന്ന സിനിമയിലെ നഗ്നരംഗങ്ങൾ അന്ന് വലിയ രീതിയിൽ ചർച്ചയായി മാറിയതാണ്. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും മറ്റൊരു സിനിമയിലൂടെ, അതും കനി ഭാഗമായ ഒരു സിനിമയിലൂടെ വീണ്ടും നഗ്നരംഗങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ അത് കൂടുതൽ പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ചയാക്കുന്ന, എക്സിലെല്ലാം തന്നെ വലിയ രീതിയിൽ ദിവ്യ പ്രഭയെക്കുറിച്ച് ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇങ്ങനൊരു ചർച്ച സിനിമയ്ക്ക് ഗുണകരമായോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആയി എന്നാണ് ബുക്കിംഗ് സ്റ്റാറ്റസിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇങ്ങ് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലടക്കം സിനിമ ഫാസ്റ്റ് ഫിലിം ഷോസ് നേരിടുത്തിരിക്കുന്നു എന്നാണ് ഈ കാണുന്ന സ്ക്രീൻഷോട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. അവാർഡ് സിനിമകൾക്കെല്ലാം തന്നെ ഏത് ലെവൽ ബുക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക എന്ന് സാധാരണ സിനിമാ പ്രേമികൾക്ക് അറിവുള്ളതാണല്ലോ. ഇപ്പോഴത്തെ ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമായ പ്രഭയായി നനച്ചതെല്ലാം എന്ന പേരിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് 5000-ൽ പരം ടിക്കറ്റുകൾ കഴിഞ്ഞ് 24 മണിക്കൂറിൽ വിറ്റഴിക്കപ്പെടുമ്പോൾ സിനിമയ്ക്ക് ബുക്കിംഗിന്റെ കാര്യത്തിൽ, കളക്ഷന്റെ കാര്യത്തിൽ ഗുണകരമായി എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും കാത്തിരിക്കൂ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക്.